OnePlusന്റെ OnePlus 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് OnePlusന്റെ ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 12 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ OnePlus 12 6.82 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. Quad HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 2600 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേ മേറ്റിൻ്റെ A+ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടായിരിക്കും OnePlus 12 എന്ന സ്മാർട്ട് ഫോൺ വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മിക്കവാറും IP68 റേറ്റിംഗ് ഇതിൽ വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇപ്പം ആൻതൂത്ത് സൈറ്റിലും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻതൂത്ത് സ്കോർ വരുന്നത് 21,10,808 ആണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ്. ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അടുത്ത് അനൗൺസ് ചെയ്തിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. അപ്പം ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 24 GB റാം വരെ വന്നേക്കാം. അതുപോലെ തന്നെ 1 TB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. 3.5 ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ഫോണിൽ വരാൻ സാധ്യതയില്ല. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സോണി IMX 966ൻ്റെ സെൻസർ ആയേക്കാം. പിന്നെ ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 48 MP f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വന്നേക്കാം. ഇത് സോണി IMX 581ൻ്റെ സെൻസർ ആയിരിക്കും. മൂന്നാമത് 64 MP f2.5 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വന്നേക്കാം. ഇത് OmniVision OV64Bയുടെ സെൻസർ അയക്കാം. പിന്നെ ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതിൽ 32 MP സെൽഫി ക്യാമറ വന്നേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ ഇപ്പം പുറത്തു വന്നിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5400 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഇതിൽ USB 3.2ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസംബറിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ, അതായത് ഇന്ത്യ അടക്കമുള്ള മാർക്കറ്റിൽ ഫെബ്രുവരിയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഫോണിൻ്റെ വില ചിലപ്പം ഒരു 60,000-70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlusൻ്റെ OnePlus 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.